Hello, in this section we are discussing about plateaus. Plateau. A plateau is a flat top tableland. Plateau എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ലെവൽ ലാൻഡ്സിനെയാണ് ഒരു ടേബിൾ ലാൻഡ് പോലെയാണ് കാണുന്നത്. A plateau have one or more sides with steep slopes. പ്ലാറ്റോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഒന്നിൽ കൂടുതൽ സൈഡ്സ് സ്റ്റീപ്പ് സ്ലോപ്സ് ആയിരിക്കും. They are also known as high plains or tablelands. The height of plateaus often varies from few hundred meters to several thousand meters. പ്ലാറ്റോസിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മീറ്റേഴ്സ് മുതൽ തൗസൻഡ്സ് ഓഫ് മീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. Plateaus occur in every continent and take up a third of the earth land. എല്ലാ കോണ്ടിനെന്റിലും കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ് പ്ലാറ്റോസ് എന്ന് പറയുന്നത്. മാത്രമല്ല എർത്തിന്റെ സർഫസിൽ മൂന്നിലൊരു ഭാഗം എന്ന് പറയുന്നത് പ്ലാറ്റോ ആണ്. പ്ലാറ്റോ ലൈക്ക് മൗണ്ടൻസ് മേ ബി യങ് ഓർ ഓൾഡ്. മൗണ്ടൻസ് പോലെ തന്നെ പ്ലാറ്റോവും യങ്ങും ഓൾഡും ഉണ്ട്. ദ ഡെക്കൻ പ്ലേറ്റോ ഇൻ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പ്ലാറ്റോസ്. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഡെക്കൻ പ്ലേറ്റോ ആണ് വേൾഡിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് plateaus. Valleys form when river water cuts through the plateau. വാലീസ് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് റിവർ വാട്ടർ ഒരു പ്ലാറ്റൂവിൽ കൂടെ കട്ട് ചെയ്ത് പോകുമ്പോഴാണ്. The Columbia Plateau between the Cascade and Rocky Mountains in the northwestern United States is cut through by the Columbia River. Columbia Plateau എന്ന് പറയുന്നത് കാസ്കേഡ് റേഞ്ചസിനും റോക്കി മൗണ്ടൻസിനും ഇടയിലുള്ളൊരു ഭാഗമാണ്. ഈ ഒരു പ്ലേറ്റുവിനെ കട്ട് ചെയ്തു പോകുന്നത് കൊളംബിയ റിവർ ആണ്. Sometimes a plateau is so eroded that it is broken up into smaller raised sections called outlier plateaus. Many outlier plateaus are composed of very old dense rock formation. പ്ലാറ്റോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചില പ്ലാറ്റോസിൽ ഇറോഷൻ സംഭവിക്കും. ഇത്തരത്തിൽ ഇറോഷൻ സംഭവിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയും അതിൽ നിന്നും ചെറിയ ചെറിയ സെക്ഷൻസ് റൈസ് ചെയ്ത് കാണപ്പെടുകയും ചെയ്യും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റോയിൽ നിന്നും റൈസ്ഡ് സെക്ഷൻസ് ബ്രേക്ക് ചെയ്തിട്ട് കാണപ്പെടുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്ലിയർ പ്ലേറ്റോസ്. ഈ ഔട്ട്ലിയർ പ്ലേറ്റോസിന്റെ പ്രധാനപ്പെട്ട കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഓൾഡും റെസിസ്റ്റന്റുമായിട്ടുള്ള ഡെൻസ് റോക്ക് ഫോർമേഷൻസ് ആണ്. Iron ore and coal often are found in plateau outliers. ഇനി ഇത്തരത്തിലുള്ള പ്ലാറ്റോ ഔട്ട്ലിയേഴ്സിൽ പ്രധാനമായി കണ്ടുവരുന്നത് അയൺ ഓർ ഡെപ്പോസിറ്റ്സും കോൾ ഡെപ്പോസിറ്റ്സും ആണ്. Plateaus are very useful because they are rich in mineral deposits. As a result, many of the mining areas in the world are located in plateau areas. പ്ലാറ്റോസിന്റെ ഒരു പ്രത്യേകത വേൾഡിൽ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള മിനറൽ ഡെപ്പോസിറ്റ്സ് കണ്ടുവരുന്നത് പ്ലാറ്റോസിലാണ്. അതുകൊണ്ട് തന്നെ മൈനിങ് ഏരിയാസിന്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പ്ലാറ്റോസിലാണ്. ദ പ്ലാറ്റോസ് കവർ അബൌട്ട് 80% ഓഫ് ദ എർത്ത് ലാൻഡ് സർഫസ്. ഭൂമിയുടെ ലാൻഡ് സർഫസിലെ 18% ഏരിയ കവർ ചെയ്യുന്നത് പ്ലാറ്റോസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലേറ്റോസ്. പ്ലേറ്റോസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോഡ് ഓഫ് ഒറിജിനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷേപ്പിനെ വെച്ചിട്ടും സൈസിനെ വെച്ചിട്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ സൈക്കിൾ ഓഫ് ഇറോഷനെ ബേസ് ചെയ്തിട്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രധാനമായും എടുത്തേക്കുന്നത് 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഒറിജിൻ, ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലൈമറ്റ്. On the basis of mode of origin, it is classified into volcanic plateau, dissected plateau, glacial plateau, fluvial plateau, aeolian plateau. Volcanic plateau. A volcanic plateau is formed by numerous small volcanic eruptions that slowly build up over time, forming a plateau from the resulting lava flow. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ലാവ ഇറപ്ഷൻസ് ഉണ്ടാകുകയും അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും അവിടെയുള്ള ലാവ ഡെപ്പോസിറ്റ്സ് തണുത്തുറഞ്ഞുണ്ടാകുന്ന പ്ലാറ്റോയാണ് വോൾക്കാനിക് പ്ലേറ്റോ എന്ന് വിളിക്കുന്നത്. ആൻഡ് വോൾക്കാനിക് പ്ലേറ്റോ is mainly two types, lava plateaus and pyroclastic plateaus. Lava plateau. Lava plateau are extensive areas of flat basalt which are formed by the extensive eruption of basaltic lava over a large area. Lava plateau പ്രധാനമായും ഫോം ചെയ്യുന്നത്
ഫ്ലഡ് ബസാർഡിന്റെ ഇറപ്ഷൻസ് ഉണ്ടാകുകയും ആ ഇറപ്ഷൻസ് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഏരിയയിൽ സ്പ്രെഡ് ചെയ്യുകയും പിന്നീട് അത് തണുത്തുറഞ്ഞ് കൺസോൾഡേറ്റ് ചെയ്തിട്ട് പ്ലേറ്റു ആയി മാറുമ്പോഴുമാണ്. Pyroclastic plateau. Pyroclastic plateaus are formed by massive pyroclastic flows and they are underlined by the pyroclastic rock. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് പൈറോക്ലാസ്റ്റിക് പ്ലാറ്റോ എന്ന് പറയുന്നത്. പൈറോക്ലാസ്റ്റിക് പ്ലാറ്റോ ഉണ്ടാവുന്നത് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസിന്റെ ഫ്ലോ ഉണ്ടാവുമ്പോഴും അത് സ്പ്രെഡ് ആയിട്ട് പിന്നെ കൺസോൾഡേറ്റ് ചെയ്യുമ്പോഴുമാണ്. ഇത്തരത്തിലുള്ള പൈറോക്ലാസ്റ്റിക് ഫ്ലോസ് നടക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് പൈറോക്ലാസ്റ്റിക് റോക്ക് ഡെപ്പോസിറ്റ്സ് കണ്ടുവരാറുണ്ട്. The Columbia Plateau in the northwestern United States of America and Deccan Trap are the examples of volcanic plateaus. Volcanic plateausന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഡെക്കൻ പ്ലാറ്റോവും അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ള കൊളംബിയ പ്ലാറ്റോവുമാണ്. ഒരു വോൾക്കാനിക് പ്ലാറ്റോവിന്റെ ഫോട്ടോഗ്രാഫ് ആണിത്. Dissected plateau. A dissected plateau forms as a result of upward movement in the earth crust. ഡിസെക്റ്റഡ് പ്ലേറ്റോ പ്രധാനമായിട്ടും രണ്ട് പ്രോസസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആദ്യമായി ഒരു ഡിസെക്റ്റഡ് പ്ലേറ്റോ ഫോം ചെയ്യുന്നത് എർത്ത് ക്രസ്റ്റിലുള്ള അപ്വേർഡ് മൂവ്മെന്റ് കൊണ്ടാണ്. The uplift is caused by the slow collision of tectonic plates. ഇത്തരത്തിലുള്ള അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ അപ്വേർഡ് മൂവ്മെന്റ് സംഭവിക്കുന്നത് ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ വളരെ സ്ലോ ആയിട്ടുള്ള കൊളീഷൻ കൊണ്ടാണ്. അത്തരത്തിലുണ്ടായിട്ടുള്ള പ്ലാറ്റൂസിന് ഉദാഹരണം എന്ന് പറയുന്നത് കൊളറാഡോ പ്ലാറ്റോ ഇൻ വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ടിബറ്റൻ പ്ലാറ്റോ. A dissected plateau is a plateau area that has been severely eroded so that the relief is sharp. Such an area may appear as mountainous. ഇനി ഒരു ഡിസെക്റ്റഡ് പ്ലാറ്റോ തരത്തിൽ അപ്ലിഫ്റ്റ് ചെയ്ത ഒരു പ്ലാറ്റോന് സംഭവിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറോഷനും വെതറിങ്ങും ആ ഒരു ഏരിയയിൽ സംഭവിക്കുകയും അതിന്റെ റിലീഫ് വളരെ ഷാർപ്പായി കണ്ടുവരികയും ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ അതൊരു മൗണ്ടൈനിയസ് ഏരിയ ആണെന്ന് തോന്നുന്ന വിധത്തിലായിരിക്കും ആ പ്ലാറ്റോന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം കുംബർലാൻഡ് പ്ലാറ്റോ, then Allegheny Plateau, Ozark Plateau, Catskill Mountains in the United States, Blue Mountains, Hornsby Plateau in Australia. Glacial plateau. A plateau modifies and transformed by glacial action already formed by endogenic movements. Glacial plateau എന്ന് പറയുന്നത് ഗ്ലേഷ്യൽ ഇറോഷൻ അല്ലെങ്കിൽ ഡിപ്പോസിഷൻ കൊണ്ടുണ്ടായ ഒരു പ്ലാറ്റോ അല്ല. ഓൾറെഡി എക്സോജനറ്റിക് മൂവ്മെന്റ്സിന്റെ ഫലമായിട്ടുണ്ടായ ഏതെങ്കിലും ഒരു ലാൻഡ് ഫോമില് ഗ്ലേഷ്യൽ ആക്ഷൻ കൊണ്ട് അത് പ്ലാറ്റോ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നത്. Mountains are generally modified and transformed by glacial action by lowering their height and rounding their sharp relief. പ്രധാനമായും മൗണ്ടൻസിനെയാണ് ഗ്ലേഷ്യർ ട്രാൻസ്ഫോം ചെയ്ത് പ്ലാറ്റൂസ് ആക്കി മാറ്റുന്നത്. പ്രത്യേകിച്ച് അതിന്റെ ഹൈറ്റ് കുറയ്ക്കുകയും അതിന്റെ ഷാർപ്പായിട്ടുള്ള റിലീഫിനെ റൗണ്ട് ചെയ്ത് മാറ്റുകയും ചെയ്യുമ്പോൾ അതൊരു ഗ്ലേഷ്യൽ പ്ലാറ്റോയെ കാണപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ ചിക്ബഗാഹ്വൽ ഓഫ് ഇന്ത്യ. Fluvial plateau formed by continuous deposition of fluvial sediments brought by the rivers. ഫ്ലൂവിയൽ പ്ലാറ്റോയും രണ്ട് പ്രോസസ്സിൽ കൂടെ കടന്നു പോയാണ് അതൊരു പ്ലാറ്റോ ആയി മാറുന്നത്. ആദ്യമായിട്ട് റിവറിന് ഡെപ്പോസിഷൻ ഉണ്ടാവാറുണ്ട്. ഡെപ്പോസിഷൻ നടത്തുന്നതിന് ഫ്ലൂവിയൽ സെഡിമെന്റ്സ് എന്നാണ് പറയുന്നത്. റിവർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൂവിയൽ സെഡിമെന്റ്സ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. The sediments gradually consolidate and stratified in sedimentary rocks of greater thickness. കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഡിമെന്റ് ഡെപ്പോസിഷൻ വഴി അത് കൺസോൾഡേറ്റ് ചെയ്ത് സ്ട്രാറ്റിഫൈ ചെയ്ത് സെഡിമെന്ററി റോക്സ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ സെഡിമെന്ററി റോക്സിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. Later these rocks are raised by earth movements and upland plateau with extensive flat surface is formed. ക്രമേണ ഇത്തരത്തിൽ നടത്തുന്ന ഡെപ്പോസിഷനെ ഏതെങ്കിലുമൊക്കെ എൻഡോജനറ്റിക് ഫോഴ്സസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എർത്ത് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗം റേസ് ചെയ്യുകയും ഒരു അപ്ലാൻഡ് പ്ലാറ്റോ ആയി കാണപ്പെടുകയും ചെയ്യും. അതിന്റെ പ്രതലം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ്ലി ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് കൈമ പ്ലാറ്റോ ആൻഡ് റവ പ്ലാറ്റോ. യോലൻ പ്ലാറ്റോ. Enormous solymorph sediments brought by winds that consolidated in due course of time and Eolian plateau is formed. ഇയോലൻ പ്ലാറ്റോ ഫോം ചെയ്യുന്നത് പ്രധാനമായിട്ടും വിൻഡിന്റെ ഡെപ്പോസിഷൻ കൊണ്ടാണ്. വിൻഡ് ഒത്തിരി സെഡിമെന്റ്സ് കൺസോൾഡേറ്റ് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്ലാറ്റോയാണ് ഇയോലൻ പ്ലാറ്റോ. ഫോർ എക്സാമ്പിൾ ലോയിസ് പ്ലാറ്റോ ഇൻ ചൈന, പോൾവ പ്ലാറ്റോ ഇൻ പാകിസ്ഥാൻ. Second classification is on the basis of location.
On the basis of location, plateaus are classified into three: intermontane plateau, Piedmont plateau, and continental plateau. Intermontane plateau. The plateaus which are border the mountain ranges, generally the fold mountains, partly or fully enclosed within them, are called intermontane plateaus. രണ്ട് മൗണ്ടൻ റേഞ്ചസിന്റെ ഇടയിൽ പാർഷ്യലി ആയിട്ടോ അല്ലെങ്കിൽ ഫുള്ളി എൻക്ലോസ്ഡ് ആയിട്ടോ കണ്ടുവരുന്ന പ്ലാറ്റോസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർമോണ്ടൻ പ്ലാറ്റോസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഫോൾഡ് മൗണ്ടൻസിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റോസ് കണ്ടുവരുന്നത്. The word intermontane means between mountains. Intermontane എന്ന വേർഡിന്റെ മീനിങ് തന്നെ മൗണ്ടന്റെ ഇടയിൽ എന്നാണ്. Intermontane plateaus are the highest in the world. ഇത്തരത്തിലുള്ള പ്ലാറ്റോസ് മൗണ്ടൻസിന്റെ തൊട്ടടുത്ത് കണ്ടുവരുന്നത് കൊണ്ട് തന്നെ വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റോസ് എല്ലാം തന്നെ intermontane plateaus ആണ്. They have nearly horizontal rock layers which are raised to very heights by the vertical movements of the earth. ഇതിന്റെ പ്രത്യേകത ഇത്തരത്തിലുള്ള പ്ലാറ്റൂസിൽ ഒത്തിരി ഹൊറിസോണ്ടൽ റോക്ക് ലേയേഴ്സും ഉണ്ട്. ഈ ഒരു പ്ലാറ്റൂനെ റൈസ് ചെയ്യുന്നത് എർത്തിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ്. The example for an intermontane plateau is the Tibetan Plateau, which is surrounded by fold mountains like Himalayas, Karakoram, Kunlun and Tian Shan. ഇന്റർമോണ്ടൻ പ്ലാറ്റോന് ഒരു ഉദാഹരണം ടിബറ്റൻ പ്ലാറ്റോ ആണ്. അതിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന മൗണ്ടൻസ് എന്ന് പറയുന്നത് ഹിമാലയാസും കാരക്കോറവും കുൻലുനും ടിയാൻഷായും ആണ്. വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റോ ആണ് ടിബറ്റൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ടിബറ്റൻ പ്ലാറ്റോ ആണ്. ഇന്റർമോണ്ടൻ പ്ലാറ്റോ എങ്ങനെയാണ് കാണപ്പെടുന്നതിന്റെ ഒരു ഫിഗർ ആണ്. രണ്ട് മൗണ്ടൻ റീജിയൻസ് ഉണ്ട്, അതിനിടയിൽ കണ്ടുവരുന്ന പ്ലാറ്റോസിനെയാണ് ഇന്റർമോണ്ടൻ പ്ലാറ്റോ എന്ന് പറയുന്നത്. Piedmont Plateau. Plateaus which is situated at the foot of a mountain and is blocked on the other side by a plain or a sea or ocean is called Piedmont Plateau. മൗണ്ടൻസിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന, അതായത് ഫൂട്ടിൽ കാണപ്പെടുന്നതും അതുപോലെ ഒരു വശത്ത് പ്ലെയിനോ സിയോ ഓഷനായിട്ട് ലോക്ക് ചെയ്ത് കാണപ്പെടുന്നതുമായിട്ടുള്ള പ്ലാറ്റോസിനെ വിളിക്കുന്ന പേരാണ് പീഡ്മെന്റ് പ്ലാറ്റോ. റൈറ്റ് സൈഡിലെ ഫിഗർ ശ്രദ്ധിക്കാം. ഇവിടെ ഒരു പ്ലാറ്റോ കാണുന്നുണ്ട്. അതിന് ഒരു വശത്ത് മൗണ്ടനും അത് മൗണ്ടിന്റെ തൊട്ട് താഴെ ഫൂട്ടിലാണ് കണ്ടുവരുന്നത്. ഇപ്പുറത്തെ വശത്ത് സീ ആണ് എൻക്ലോസ് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ പ്ലെയിനും ആവാം. ഇത്തരത്തിൽ ഒരു വശത്ത് സിയോ പ്ലെയിനോ ഓഷനോ ആയിട്ട് എൻക്ലോസ് ചെയ്തും മറ്റു വശത്ത് മൗണ്ടന്റെ ഫൂട്ടിലും കാണപ്പെടുന്ന പ്ലാറ്റോസിനെ വിളിക്കുന്ന പേരാണ് പീഡ്മെന്റ് പ്ലാറ്റോ. The word Piedmont means foot of a mountain. Piedmont എന്ന വേർഡിന്റെ അർത്ഥം തന്നെ മൗണ്ടന്റെ ഫൂട്ടിൽ കാണപ്പെടുന്നത് എന്നാണ്. They are also called plateaus of denudation. Piedmont പ്ലാറ്റോയെ plateaus of denudation എന്ന് വിളിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് നോക്കാം. As the areas once were high to the level of mountains. കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പ്ലേറ്റോ ഇരുന്ന പ്രദേശം എന്ന് പറയുന്നത് ഒരിക്കൽ മൗണ്ടന്റെ അത്ര ഹൈറ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. and have been now reduced to the foot level of mountain by various agents of erosion. പലവിധമായിട്ടുള്ള ഏജൻസ് ഓഫ് ഇറോഷന്റെ വർക്കിന്റെ ഫലമായിട്ടാണ് മൗണ്ടൻസിന്റെ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം ഇപ്പോൾ ഒരു പ്ലാറ്റോന്റെ രൂപത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിന് പ്ലാറ്റോസ് ഓഫ് ഡെനൂഡേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഉദാഹരണം ഇന്ത്യയിൽ കണ്ടുവരുന്ന മാൾവ പ്ലാറ്റോ. Continental plateau. They are formed either by an extensive continental upliftment or by the spread of horizontal basic lava sheets completely covering the original topography. രണ്ട് രീതിയിലാണ് കോണ്ടിനെന്റൽ പ്ലേറ്റോസ് ഉണ്ടാകുന്നത്. ഒന്ന്, ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കോണ്ടിനെന്റൽ അപ്ലിഫ്റ്റ്മെന്റ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭൂമിക്കകത്തുള്ള ബേസിക് ലാവ പുറത്തു വന്ന് ഷീറ്റ് കണക്കായിട്ട് സ്പ്രെഡായി അവിടുത്തെ ഒറിജിനൽ ടോപ്പോഗ്രഫിയെ ഫുള്ള് കവർ ചെയ്ത് കാണപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്ലേറ്റോസ് ഉണ്ടാവുന്നത്. This kind of plateaus show an abrupt elevation in contrast to the nearby lowland or sea. ഇനി ഇതിനൊരു പ്ലാറ്റോ ആക്കി മാറ്റുന്നത് ചുറ്റുമുള്ള പ്രദേശത്തെക്കാട്ടും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സീയെക്കാട്ടും എലിവേഷൻ കൂടി നിൽക്കുമ്പോൾ, അതിന്റെ ഹൈറ്റ് വളരെയധികം കൂടി നിൽക്കുമ്പോഴും അതിന്റെ സൈഡുകളിൽ സ്റ്റീപ്നെസ് ഉള്ളപ്പോഴുമാണ് അത് പ്ലാറ്റോ ആയിട്ട് മാറുന്നത്. The continental plateaus are also known as plateaus of accumulation. അതുകൊണ്ട് തന്നെ കോണ്ടിനെന്റൽ പ്ലാറ്റോസിനെ plateaus of accumulation എന്ന് വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്ലാറ്റോ ഓഫ് മഹാരാഷ്ട്ര ഇൻ ഇന്ത്യ. Last classification on the basis of climate. On the basis of climate, plateaus are mainly classified into two: arid plateau and humid plateau. Arid plateau is a dry and high flat area. For example, Arabian plateau. Humid plateau. It is a humid high flat area. For example, Shillong plateau. The economic significance or the importance of plateaus.
It is a storehouse of minerals. Most of the minerals in the world are found in plateaus. The extraction of minerals in plateaus is relatively easier than mountains. The major portion of industrial raw materials are obtained from plateaus. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിനറൽസ് കണ്ടുവരുന്നത് പ്ലാറ്റോസിലാണ്. മൗണ്ടൻസിനെ അപേക്ഷിച്ച് മിനറൽസിന്റെ എക്സ്ട്രാക്ഷൻ കുറച്ചുകൂടി ഈസി പ്ലാറ്റോസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വേൾഡിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം ഒബ്റ്റെയിൻ ചെയ്യുന്നത് പ്ലാറ്റോസിൽ നിന്നാണ്. ഉദാഹരണം അയൺ, കോൾ, മാഗ്നീസ്, മൈക്ക തുടങ്ങിയവ ഒബ്റ്റെയിൻ ചെയ്തത് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഗോൾഡ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഒപ്പം തന്നെ ഡയമണ്ട്, ഗോൾഡ്, കോപ്പർ തുടങ്ങിയവ ആഫ്രിക്കൻ പ്ലേറ്റോസിൽ നിന്നും മൈൻ ചെയ്യുന്നു. Generation of hydel power. The edges of plateaus form waterfalls which provide ideal site for generating hydel power. പ്ലേറ്റോസിന്റെ സൈഡ്സ് വളരെ സ്റ്റീപ്പ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു സ്റ്റീപ്നെസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു എഡ്ജ് കൊണ്ട് അവിടെ വാട്ടർഫോൾസ് ഫോം ചെയ്യും. അത് ഹൈഡൽ പവർ ജനറേഷന് വളരെയധികം സഹായമാകുകയും ചെയ്യും. Cool climate. The higher parts of the plateaus, even in tropical and subtropical regions, have a cool climate. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണെങ്കിൽ കൂടെ പ്ലാറ്റോസിന്റെ ഹയർ പാർട്സിൽ നല്ല രീതിയിലുള്ള കൂൾ ക്ലൈമറ്റ് ഉണ്ട്. ആനിമൽ റിയറിംഗ് ആൻഡ് അഗ്രികൾച്ചർ. Plateaus have large grasslands area suitable for animal rearing, especially sheep, goat and cattle. പ്ലാറ്റോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലെവൽ ലാൻഡ്സ് ആയതുകൊണ്ട് തന്നെ ഗ്രാസ് ലാൻഡ്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് അത് ഷീപ്പിന്റെയും ഗോട്ടിന്റെയും കാറ്റൽസിന്റെയും ഒക്കെ റിയറിംഗിന് സഹായിക്കുന്നുണ്ട്. The lava plateaus, when compared to other plateaus, is rich in minerals and hence used for agriculture as the soil is very fertile. മറ്റുള്ള പ്ലാറ്റൂസിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മിനറൽസ് കണ്ടുവരുന്നതും ലാവ പ്ലേറ്റൂസിനാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ സോയിൽ കണ്ടുവരുന്നതും ലാവ പ്ലേറ്റൂസിലായതുകൊണ്ട് അഗ്രികൾച്ചറിന് അത് വളരെയധികം